വിജയ് സേനന്റെയൊക്കെ ഫൈറ്റിന് പോകുമ്പോൾ ഉള്ള ബെൽറ്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റ് ആണ്. ഇപ്പൊ ഡയറ്റിലായതുകൊണ്ട് ഞാൻ ബിരിയാണി മാത്രമേ കഴിക്കാറുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സാമോൺ വിഷൻ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഓൾ ആർ എൻജോയിങ് ദ സൺഡേസ് ഐ ഗസ്. സോ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങുകയാണ്. പുറത്ത് ക്ലൈമറ്റ് പറഞ്ഞാൽ അടിപൊളി ചിൽ ക്ലൈമറ്റ് ആണ്. വീട്ടിൽ നിന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് ആണ്. പക്ഷെ ഞങ്ങൾ പുറത്ത് പോവുകയാണ്. ജസ്റ്റ് ഒരു സ്മോൾ ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പോണ സ്ഥലമൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ടീംസ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെക്കൻ റെഡി ആയി കഴിഞ്ഞു. ഹായ്. അപ്പോ നമുക്ക് ഇറങ്ങാല്ലേ, ഓൾറെഡി ലേറ്റ് ആയി. ഗൈസ്, അപ്പൊ നമ്മൾ വന്നിരിക്കണത് ശിവാജി നഗറിലേക്കാണ്. വേറെ എവിടെ അല്ല, എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ്. ഞങ്ങള് ഇതിനു മുമ്പ് ശിവാജി നഗർ വന്നത് എപ്പോഴാ അറിയോ? 2019 അല്ലേ? ഞങ്ങളുടെ മാരേജ് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് ശിവാജി നഗർ. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ വന്നിട്ടില്ല. അപ്പൊ എന്നാ ശരി, വെറുതെ ഒന്ന് വന്ന് കണ്ടിട്ട് ഇവിടെ ഒന്നൊരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് തിരിച്ച്. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടില്ല, എന്റെ ബാക്കിൽ നല്ലൊരു വലിയൊരു ബാഗ് ഉണ്ട്. അത് എടുത്തിരിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശിവാജി നഗർ വന്ന എന്തായാലും നമ്മൾ വെറും കൈയോടെ തിരിച്ചു പോവില്ല എന്നൊരു ഒരു സമ്പ്രദായം, ഒരു ശാസ്ത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് വലിയ ബാഗ് എടുത്തത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു വാട്ടർ ബോട്ടിലും ഒരു അമ്പർലയും മാത്രമേ ഇപ്പൊ ഉള്ളൂ. തിരിച്ചു പോകുമ്പോ എങ്ങനെ ഉണ്ടാവും അറിയാം. ചിലപ്പോ അമ്പർലയും വാട്ടർ ബോട്ടിലും നമുക്ക് കയ്യിൽ പിടിക്കേണ്ടി വരും. അപ്പൊ ഞങ്ങളിപ്പോ എത്തി. അപ്പോ ഇപ്പൊ സമയമായി. അപ്പൊ ഫുഡാണോ ഷോപ്പിംഗ് ആണോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായാലും ഫുഡ് എന്നേ പറയുള്ളൂ. അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇറങ്ങിയത്, ബസ്സിൽ നിന്ന് ഇറങ്ങിയത് നേരെ കയറിയത് ഇമ്പീരിയൽ റെസ്റ്റോറൻറ്റിലേക്ക് കേട്ടോ. ശിവാജി നഗറിലെ ഇമ്പീരിയൽ റെസ്റ്റോറൻറ്റ്. ശിവാജി നഗറിന്റെ ആ സ്ട്രീറ്റിന്റെ ഉള്ളിൽ പോണതിന്റെ എൻട്രൻസിൽ തന്നെ ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇതിന് അപ്പുറത്ത് പോയാലും 2-3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇത്രയും പോലെ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ പെട്ടെന്ന് കയറി. അപ്പോൾ ഞങ്ങളിപ്പോൾ കയറി ഇലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ അവർ ഡെലീഷ്യസ് ഫുഡ്. മട്ടൻ ബിരിയാണി, അതായത് ഒരു ഡിഫറെൻറ്റ് മട്ടൻ ബിരിയാണി ഉണ്ട് കേട്ടോ. വൈറ്റ് കളർ, മസാല തന്നെ ഇല്ല. മട്ടനും വളരെ ടെൻഡറായിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു മസാല ഇല്ലാത്തതുകൊണ്ട് ഒരുമാതിരി ടേസ്റ്റ്ലെസ് ആയിരിക്കുന്നു. പക്ഷെ അടിപൊളിയാണ്. അതായത് ഇതിൽ സ്പൈസ് വന്നിട്ട് മെയിനായിട്ട് ചില്ലിൻ്റെ ഉണ്ട്, ഗ്രീൻ ചില്ലി. അതുകൊണ്ട് അടിപൊളിയാണ്. പക്ഷെ കബാബ് പോരാ, ഒരു എഫക്റ്റ് കിട്ടുന്നില്ല കബാബിൻ്റെ. ഒരു നോർമൽ കബാബ്, സ്പെഷ്യൽ കബാബ് എന്നാണ് മെനുവിൽ കിട്ടുന്നത്. നോർമൽ കബാബ്. ഏതപ്പോൾ ഫുഡ് എന്ന് പറയാൻ നന്നായിട്ടുണ്ട്. വയറ് ഫുള്ളായി. ഇനി കുറച്ചുകൂടെ നടന്ന് ഷോപ്പിംഗ് ചെയ്ത് നടക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഫുഡ് അടിപൊളിയുണ്ട് കേട്ടോ. ഇമ്പീരിയൽ ഹോട്ടലിന്റെ നേരെ മുമ്പിലുള്ള വഴിക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ശിവാജി നഗറിന്റെ എൻട്രൻസ് ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിൽ കയറി
ലെഫ്റ്റിലേക്ക് ഉള്ളിൽ കയറുക, അത്രേ ഉള്ളൂ. അപ്പോ ശിവാജി നഗറിൽ നടന്ന് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. ഹലോ, ക്യാമറ വെച്ച് ഹായ് ചൊല്ലി പോയിട്ട് വരാം. അതായത് ഇതാണ് ഇപ്പോൾ ഇന്ത്യത്തെ ഫസ്റ്റ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒഫീഷ്യലി ഉള്ളിൽ കടന്നു. ഇപ്പൊ സമയം 2:20 കേട്ടോ. ഓക്കെ, നമുക്ക് എത്ര സമയമാവുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സമയം പറഞ്ഞത്. അപ്പോ നമ്മുടെ ചെക്കൻ നടന്നു വരുന്നുണ്ട്. മോണിക്ക ഫസ്റ്റ് തന്നെ ഒരു ബെൽറ്റിന്റെ ഷോപ്പിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഇവിടെ ഈ വിജയശാന്തി ഒക്കെ ഫൈറ്റിന് പോകുമ്പോട്ടില്ലേ, അങ്ങനത്തെ ബെൽറ്റ് ഉണ്ട്. കണ്ടോ, ഇത് കണ്ടോ, വിജയശാന്തി ഒക്കെ ഫൈറ്റിന് പോകുമ്പോൾ ഇടുന്ന ബെൽറ്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇനിയിപ്പോ അവിടെ വീട്ടിൽ പോയിട്ട് ജയ് 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 ഹേലെ ഉള്ള പോലെ ഫൈറ്റ് ആവുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ஃபைனலாக வாங்கிட்டோம். இது 250 அங்கே சொன்னாங்க, இங்கே வந்து 200க்கு வாங்கிப்போம். எங்க கேண்டி പൈസ അപ്പോൾ ഉള്ളത് ഇതാ മായൊന്ന് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ക്ലോത്തിന്റെ ക്വാളിറ്റി അടിപൊളിയാണ്. അതുകൊണ്ടാണ് നല്ല കളർ കോമ്പിനേഷൻ, റെഡ് ആൻഡ് വൈറ്റ്, OnePlusന്റെ കളർ കോമ്പിനേഷൻ. ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് ഞങ്ങൾ മോണിക്കയ്ക്ക് ചപ്പൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏത് കടയിൽ പോയാലും ചപ്പലിന്റെ സൈസ് ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫൈനലി ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ MAB സൺസ് എന്നുള്ള ഒരു കടയിലാണ്. ഒരു ശിവാജി നഗറിലെ ഏതോ ഒരു കട്ടിൻ്റെ ഉള്ളിൽ, പക്ഷെ ബ്ലാക്ക്. അപ്പൊ ഫൈനലി മോണിക്കയ്ക്ക് ഒന്നല്ല 2 ചപ്പൽ കിട്ടി. ആൾസോ ദ സൈസ് ഈസ് ഗുഡ്. ഹാപ്പിയാണോ? കുറെ നേരം കിട്ടും, 3-4 കടയിൽ ഒരു 4-5 ചപ്പലിട്ട് നോക്കിയിട്ട് ഒന്നും ശരിയാണില്ല. അതിൽ ഇവിടെയാണ് കിട്ടിയത്. സോ താങ്ക്സ് MAB സൺസ്. ടോയ് ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ മായന് പെൻഗ്വിൻ സൂപ്പർ അറിയോ, നല്ല അറിയോ, കിസ് കൊടുത്തിട്ട് പെൻഗ്വിൻ. ശിവാജി നഗറിലെ ഏതോ ഒരു കടേൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മോണിക്ക ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ഷർട്ട്. അടിപൊളിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഗേൾസിൻ്റെ ഉണ്ടല്ലേ. റേറ്റ് എത്ര, 250-300 എന്തോ ഉള്ളൂ. നന്നായിട്ടുണ്ട്, ക്ലോത്ത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാനും മായനും ഇവിടെ ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്തെടുത്തിരിക്കുക. തണ്ണി കുടിച്ചോ അമ്മ? എവ്വളോ തണ്ണി കുടിച്ച? അപ്പൊ ഒരുവിധ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഏകദേശം ആ സ്ട്രീറ്റിന്റെ എൻഡിൽ എത്താറായി. അതായത് ഒരു എക്സിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സിറ്റിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സാരിമാത ചർച്ചാണ്. അപ്പോൾ അതൊരു മെയിൻ ചർച്ചാണ് ഇവിടുത്തെ, ബാംഗ്ലൂരിലത്തെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം എക്സിറ്റിൽ എത്തി. പക്ഷെ ലൈറ്റായിട്ട് മഴ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ കുറച്ചും കൂടി നടക്കണം.
സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. നമ്മുടെ ബായ് ഉണ്ട്. ഹായ് പറ. സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഉള്ളിൽ കയറുമ്പോൾ ടൈം നോട്ട് ചെയ്യാൻ. ദ ടൈം വാസ് 2:20. നൗ ദ ടൈം ഈസ് 5 o'clock. സോ പക്ഷെ ഞങ്ങള് ഷോപ്പിംഗ് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടോന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന് തന്നെ സമയമായി. പക്ഷെ അതൊരു രസമാണ് കേട്ടോ. ശിവാജി നഗറിൽ വന്നാൽ തന്നെ സമയം പോണത് ഭയങ്കര ഒരു സംഭവമാണ്. So guys, finally we are reached the bus stand. ശിവാജിനഗർ ബസ് സ്റ്റാൻഡ് എത്തി. ഇനിയിപ്പോ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ത്രൂ ബസ് കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറെ കാലത്തിന് ശേഷം മുമ്പ് ഇതൊരു അഡിക്ഷൻ ആയിരുന്നു. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ അല്ല, അതായത് എന്താ, മുമ്പ് ഓഫീസ് വേറൊരു ലൊക്കേഷനിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോ വിശപ്പ് അടക്കാൻ വയ്യാതെ ഈ സാധനമാണ് മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കുക. ആഴ്ചയിൽ ഒരു 3-4 എന്തായാലും കുടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ ഇത് വിട്ടൊരു എങ്ങനെ ഒരു 4-5 വർഷമായി ഉണ്ടാവുക. കല്യാണത്തിന് അപ്പുറമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിന് പോയിണ്ടായിരുന്നല്ലോ. ഇപ്പോഴും ജിമ്മിന് പോകണ്ട്. ഇപ്പൊ ഓഫീസ് ജിമ്മിലേക്ക് പോണത്. അതുകൊണ്ട് അത്ര ഇപ്പൊ ഡയറ്റിലായതുകൊണ്ട് ഞാൻ ബിരിയാണി മാത്രമേ കഴിക്കാറുള്ളൂ. மேங்கோ கொண்டு வந்துருந்தோம் கட் பண்ணி. ஸோ அது கொடுத்தனால இப்போ டம்மி ஃபுல்லாக இருந்தாலும் வந்துருக்காரு. பஸ்ஸில் போகும்போது கொஞ்சம் தூங்கிடுவான்னு நினைக்கிறேன். நம்ம வரும்போது தூங்கின மாதிரி தூங்கினானா வீட்டுக்கு போய் கொஞ்ச நேரம் விளையாடிட்டு நைட் தூங்க கரெக்டாக இருக்கும். അപ്പോൾ ഫൈനലി ബസ് കിട്ടിട്ടോ. ത്രൂ ബസ് കിട്ടിയില്ല. അവിടെ ഇറങ്ങി കുറച്ച് നടക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ, നല്ല വെയിലടിക്കുന്നുണ്ട്. പക്ഷെ ബാംഗ്ലൂരത്തെ ക്ലൈമറ്റ് ഇറ്റ് ഈസ് നോട്ട് പ്രഡിക്റ്റബിൾ. എപ്പോൾ വേണമെങ്കിൽ മാറും. അപ്പൊ ഇത് ഒരു ചിൽ വ്ളോഗായിരുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. കുറേ ദിവസമായി തിരക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങി ഒന്ന് നടന്നിട്ട്. അത് ശിവാജി നഗർ വന്നാൽ നമുക്ക് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ടു മാൻ ചൊല്ലുവേ. സബ്സ്ക്രൈബ് ടു സാമോൺ മിഷൻ. നിറയെ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ വരും. അതേപോലെ സാമോൺ മിഷനിൽ അങ്ങനെ എന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ വരും. ഒരു എന്നുവെച്ചാൽ ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റ് ആണ്. ഞങ്ങൾ ആ ബസ്സിൽ ഇരുന്നിട്ട് എന്നോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇരുന്നിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ത്രൂ ബസ് വന്നത്. അതായത് ഈ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു 2 minutes വാക്ക് ആകും, പെട്ടെന്ന് എത്തും. അപ്പൊ അതുകൊണ്ട് ഇതില് കയറി. അപ്പൊ പെട്ടെന്ന് മാറി കയറി. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് സെറ്റായി. ഇതിലും തിരക്കൊന്നുമില്ല, ആളേ ഇല്ല. ആധാർ കാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മോണിക്കയ്ക്ക് ഫ്രീ ആയിട്ട് വിളിച്ചിട്ട് പോവാം. എവിടെ വേണമെങ്കിലും പോവാം കർണാടകയുടെ ഉള്ളിൽ. പക്ഷേ വി ജെൻസ് ഡോണ്ട് ഹാവ് ഫ്രീ ടിക്കറ്റ്. വി നീഡ് ടു പേ ഫോർ ദ ടിക്കറ്റ്. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ബൈ പറഞ്ഞ് ഞങ്ങള് വീഡിയോ എൻഡ് ചെയ്യാണ്. ഓക്കെ, ബൈ.